എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത് വീട്ടിൽ നമുക്ക് ഗരം മസാല എങ്ങനെ റെഡിയാക്കാമെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീട്ടിലേക്കായിട്ടുള്ള ആ ഒരു അളവിലുള്ള ഒരു ഗരം മസാല ഞാൻ പൊടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നിട്ടെന്ന് ഒന്ന് വീഡിയോ കണ്ടു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ആയിക്കൊള്ളുക. അതിനായിട്ട് ഞാൻ കുറച്ച് ജാതി പത്രി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തക്കോലം ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട്. അതെല്ലാം കുറച്ച് മതിയാ. കുറച്ച് മറ്റേ പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ അതേ ഒരു അളവിൽ തന്നെ ഏലക്കം എടുത്തിട്ടുണ്ട്. ഏലക്കാവും ഗ്രാമ്പും കുറച്ച് അധികമായിട്ട് എടുത്തിട്ടുണ്ട്. പട്ടയും തക്കോലും എടുത്തിട്ടുണ്ട്, കുറച്ച് അളവിൽ കൂടുതൽ എടുത്തിന്. പിന്നെ പെരിഞ്ചീരകം ഉണ്ടല്ലോ അത് നമുക്ക് ഈ എടുത്തതിൻ്റെ 3 ഇരട്ടിയായിട്ട് വേണം. ഈ 3 ഇരട്ടിയായിട്ട് ഞാനിത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നു. കുറച്ച് അധികം തന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫ് കൂടി ഞാൻ വെച്ച് കൊടുത്തിന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിത് ഒരു തവ അടുപ്പിൽ വെച്ചിട്ട് നല്ല പോലെ ചൂടായിട്ട് വരുമ്പോഴേക്കല്ലേ ഈ മസാല ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇറക്കി കൊടുക്കണം. എന്നിട്ട് ജീരകം ഉണ്ടല്ല അത് കരിഞ്ഞു പോകണ്ട, അതൊന്ന് കരിയാതൊന്ന് നോക്കണം. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആക്കണ്ട. അപ്പോൾ ഒരു മണമെല്ലാം ചേഞ്ച് ആയിപ്പോൾ ആ ഒരു കളർ, ആ ജീരകത്തിൻ്റെ കളർ എങ്ങനെ ഉണ്ട് അതുപോലെ വേണം നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് വെച്ചിട്ട് അത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കണം. നല്ല പോലെ ഞാൻ വറുത്തെടുത്തിന്. അതിൻ്റെ കളറൊന്നും മാറാൻ വേണ്ട. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ പാത്രത്തിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതേ പാത്രത്തിൽ വെക്കുമ്പോൾ അതിൻ്റെ കളറൊന്ന് മാറിപ്പോവും. അതിന് ആ പാത്രത്തിൽ വെക്കണ്ട, മറ്റേ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നല്ല മിക്സിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ അത് നല്ല പോലെ ഉണക്കിയെടുക്കണം. പൊടിക്കുന്ന ജാറുണ്ടല്ലോ ആ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തെങ്കിൽ ഗരം മസാല നല്ലൊരു കാണാൻ നമുക്ക് നല്ലൊരു ഇതുണ്ടാകുന്നു. പിന്നെ ഇതിൻ്റെ ഒരു നാറുണ്ടാകുന്നില്ല മറ്റേ ഏലക്കൈൻ്റെ എല്ലാം. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇങ്ങനെ കറിയിൽ എങ്ങനെ കിട്ടാനോ അതൊന്നും ഉണ്ടാവില്ല. നല്ല പോലെ ഒന്ന് വറുത്തതിന് ശേഷം ഇതിൻ്റെ ചെറിയ ചൂടോട് കൂടെ, നല്ല ചൂടായിട്ടല്ല ചെറിയ ചൂടോട് കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് ഫസ്റ്റ് ഒന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ട് നല്ല പോലെ ഒന്നും പൊടിഞ്ഞിട്ടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് രണ്ടാമതും ഞാനിത് വെച്ചിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള മണം, നല്ല ദൂരം മണം വരുന്നുണ്ടാകാം. നമുക്ക് ഇറച്ചിൻ്റെ കറിൻ്റെ മണം വരുന്ന പോലെ ഉണ്ട്, അതുപോലത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇത് കുറച്ച് അധികം പെരുജീരകം ഇട്ട് കൊടുത്തെങ്കിൽ ഈ മസാല നല്ലൊരു മണവും നല്ലൊരു ഇതുണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് കൂടിയിട്ടോളിയാ. കമൻറ്റ് ബോക്സ് അത് വെറുതെ കിടക്കുന്നില്ലേ, അപ്പോൾ ഇതിലേക്കൊരു കമൻറ്റ് ഇട്ടോളി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ മറക്കണ്ട. മറ്റുള്ളവർക്ക് ഷെയറും കൂടി ആക്കി കൊടുത്തോളി. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.